ബോക്സ് ഓഫ് ചെയ്തിടണം അല്ലെങ്കിൽ കമന്റ് ബോക്സ് ലിമിറ്റ് ആക്കിയിടണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഒരിക്കലും ഓഫ് ആക്കാറില്ല. കാരണം നമ്മളെ ഇപ്പോൾ തെറി പറയുന്ന ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ഭയങ്കര നല്ല അടിപൊളി ആളായിരിക്കും. അപ്പോൾ അവരും കൂടി അറിയട്ടെ. അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നിങ്ങൾ തമ്മിലിരുന്ന് വായിച്ച് ചിരിക്കാറുണ്ടോ, അതോ അയ്യോ നെഗറ്റീവ് വന്നു ഇനി ആ ഒരു ഡൗൺ ആവാറ്? ചില നെഗറ്റീവ് കമൻറ്റിനായിട്ടും കൂടുതൽ ചില വീഡിയോസിൽ ഇവർ ഭയങ്കര കോമഡി ആയിട്ട് കമൻറ്റ് ഇടാറുണ്ട്. ലൈക്ക് ഒരു ഭയങ്കര കോമഡി കമൻറ്റ് ഒക്കെ ഇടാറും. അതിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നീ ആഷിനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ, ബന്ധങ്ങൾ എങ്ങനെയാ, നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈവൻ ആഷിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ജാസിന്റെ കൂടെ നീ പക്ക സർട്ടിഫിക്കറ്റ് ഓക്കെ ആണോ, സെക്സ് എങ്ങനെയാണ്, നിങ്ങൾ ഓക്കെ ആണോ, എങ്ങനെയാണ് നിങ്ങളെ കാര്യങ്ങൾ നടക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് ഉണ്ടായ സംഭവമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പീക്കായ ഒരു സിറ്റുവേഷനാണത്. ഞങ്ങളുടെ ലൈഫിലേക്ക്, ഞങ്ങൾ അത്ര അടിപൊളിയായിട്ട് പോകുന്ന ലൈഫിലേക്ക് ഒരു എന്താ പറയുക, ഒരു സ്വപ്നം പോലെ കയറി വന്നൊരു പെൺകുട്ടിയാണത്. ഞാൻ ആ കുട്ടിയെ കുറിച്ച് പറയാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അത്രത്തോളം വെറുക്കുന്ന ഒരു വ്യക്തി ആ കുട്ടിയാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്നെ ആഷിൻ്റെ വീഡിയോസ് എടുത്ത് ഞങ്ങൾ സ്റ്റിൽ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ കുട്ടി. ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ലൈക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും സെക്സ് വർക്കിന് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നാമത് ഞാൻ എൻ്റെ ഒരു അവരുടെ കോസ്റ്റ്യൂംസ് അങ്ങനെയാ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈവൻ ഞാൻ ട്രാൻസ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ സെക്സ് വർക്കിന് നിൽക്കുന്ന വ്യക്തികളാണ് എന്നൊരു തോന്നൽ ആൾക്കാർക്ക് വരും. നോർമലി അങ്ങനെ എല്ലാ ട്രാൻസും സെക്സ് വർക്കിന് പോകുന്നില്ല. ഒരുപാട് നല്ല ജോലി ചെയ്യുന്ന ട്രാൻസുകളുണ്ട്. ഈവൻ ഇപ്പോൾ ട്രാൻസിന് കുറ്റം പറയുന്ന ഒരുപാട് പേര് രാത്രിയുടെ ഇരുട്ടിൽ അവരെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അവർ പകൽ വെളിച്ചത്തിൽ ഭയങ്കര മാന്യന്മാരായിരിക്കും. രാത്രി അവരെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട്. ദൃഢത വെച്ചിട്ടുണ്ട്. ആൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം. ഒരു ട്രാൻസ് എന്നുള്ളത്, അതെന്താ ട്രാൻസ്, അങ്ങനത്തെ ഒരു വംശം ഇല്ല. ഹായ്, ഞാൻ അശ്വതി. ബട്ടർഫ്ലൈ എൻ്റർടൈൻമെൻറ്റ്സിൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ്, ഞാൻ പേര് പറയുന്നില്ല, പേര് പറയുന്നതിനെക്കാട്ടിയും ആ ചേച്ചിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ചേച്ചി ഒരു പാട്ട് പാടുമോ? നമസ്കാരം. പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. എന്തൊരു എനർജി ഇല്ലാത്ത, അല്ലെങ്കിൽ റീൽസിൽ നല്ലപോലെ എന്നോട് എല്ലാ ഇന്റർവ്യൂവിലും നോർമലി പാടി ഞാൻ മടുത്ത്. അതുകൊണ്ടാണ് പാട്ട് പിടിക്കണം. മറ്റേതാണോ അനുരാഗ വിലോചന? അത് രണ്ടുമാണല്ലോ എയറിൽ പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മൈൻഡിൽ വരുന്നത് ചേച്ചിയാണ്. ഞാൻ തന്നെ ആയാലും വീട്ടിൽ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എന്ത് പറഞ്ഞാലും ഞാൻ പോയിട്ട് പൊന്നിസഖി എന്തിനാ എന്ന് ഞാനും പാടും. കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. അത് ഭയങ്കര വൈറലായി. ഇപ്പം ഞാനിപ്പം ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും ഇങ്ങനെ എന്നിട്ട് പോയിട്ട് പൊന്നിസഖി എന്തെന്ന് അവരിങ്ങനെ ചിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു വൈബ് പാട്ടിലുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ പേര് പറയുന്നതിനെക്കാട്ടി ഒരു പാട്ട് പാടാ എന്ന് പറയുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയോ പാട്ട്? പുറത്ത് പോകുമ്പോൾ പാട്ടല്ല, എല്ലാവരും ഇപ്പോൾ വിളിക്കുന്നത് പൊന്നുസാഖി. ഇപ്പം അങ്ങനെ ജാസിന്ന് വിളിക്കാറില്ല, പൊന്നുസാഖി ഇല്ല. അങ്ങനെയാണ് എല്ലാവരും പുറത്ത് മാളിലായാലും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാലൊക്കെ എല്ലാവരും പറയുന്നത് പൊന്നുസാഖി എന്നാണ് പറയുന്നത്. റിയൽ നെയിം എന്തുവാ? ജാസി ആശി. ജാസി ചേച്ചിക്ക് പൊന്നുസഖി പാട്ടുണ്ട്. ആശി ചേട്ടന് എന്തോ വൈറലാവാൻ ഒന്നുമില്ല. അല്ല, ആഷിക്ക് അങ്ങനെ ലൈക്ക് ഫോട്ടോസൊക്കെ ഇപ്പോൾ ഹോട്ട് പോളിസ് ചെയ്യുക, അതേപോലെ മോഡലാവുക, അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആഗ്രഹം. ചെയ്തിട്ടുണ്ട് ദുബായിലൊക്കെ, അതാണ് കൂടുതൽ അവന് ഇഷ്ടം. അല്ലാണ്ട് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. റീൽസിലും ഇങ്ങനെ ഈ കുറച്ച് എന്താ പറയുക ഫ്രീക്ക് ടൈപ്പ് ഓഫ് റീൽസ് ഒക്കെ ചെയ്യാനാണ് അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കൂടുതൽ റൊമാൻറ്റിക് റീൽസ് ഒക്കെ ആണല്ലോ പിടിച്ചു നിർത്തി ചെയ്യിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇല്ല, അല്ല ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എന്താണ്, ഞാൻ എടുക്കുക പറയും ഇങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യാം, ഇങ്ങനെ നല്ലൊരു റൊമാൻറ്റിക് വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ ആൾ ഓക്കെ ഉണ്ട് വീഡിയോ ചെയ്യാൻ. പക്ഷെ അവന് കൂടുതലും കുറച്ച് ഇങ്ങനെ കയ്യിൽ ഗണ്ണ് വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അല്ല അങ്ങനെയൊക്കെ ഒരു വീഡിയോസ് മാസ് വീഡിയോസ് എടുക്കാനാണ് കൂടുതൽ അവന് ഇഷ്ടം. അങ്ങനെ ചെയ്തൊക്കെ വെറൈറ്റി രണ്ടുപേരും കൂടെ മറ്റേ എനിക്ക് പറ്റത്തില്ല മാസ്. എനിക്ക് നല്ല നാടൻ ട്രഡീഷണൽ അങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല നാടൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. ദുബായിലായിരുന്നിട്ടും മോഡേൺ ഔട്ട്ഫിറ്റ് ഒന്നും അങ്ങനെ സ്ലീവ്ലെസ്സോ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ നോർമലി അങ്ങനെ സ്ലീവ്ലെസ് ഡ്രസ് ഇടാറുണ്ടോന്ന് വെച്ചാൽ അവനക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുമ്പ്, ഞാൻ കണ്ടില്ല. ആഷിക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ എക്സ്പോസ് ഡ്രസ്സ് ഒന്നും ഇട്ട് നടക്കുന്നത് ഇഷ്ടമല്ല. നോർമലി എനിക്ക് പിന്നെ പേഴ്സണലി എനിക്കും ഭയങ്കര ഇഷ്ടം നല്ല ചുരിദാർ, സാരി,
കോഡ് സെറ്റ് അങ്ങനെ ഇടുന്നത് എനിക്കും കൂടുതൽ ഇഷ്ടം, കംഫർട്ടബിൾ. അപ്പം സ്ലീവ്ലെസ് അഥവാ ഇപ്പൊ എന്തെങ്കിലും ഇട്ടാലും അശി ദേഷ്യപ്പെടും? ഇടാറില്ല ഞാൻ, എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, ആഷിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ വിചാരിച്ചു നമ്മള് ദുബായിലൊക്കെ ഇല്ല, അവിടെ എല്ലാരും കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ് വീട്ടില് ഷോർട്സ് ഇട്ടാലും സീനാണോ? വീട്ടില് കുഴപ്പമൊന്നുമില്ല, പുറത്തൊക്കെ പോകുമ്പോ നോർമലി ആരും നോക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ വേറെ ആരും, അതാണോ പ്രശ്നം? അതാണ് പോസസീവ് ആണല്ലോ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല അങ്ങനെയാണല്ലോ കൂടുതലും മെൻസിന്. ഇപ്പം ഒരു സ്ലീവ്ലെസ് ഇടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു പുറത്ത് ഒരു വേറൊരു ബോയ് നോക്കുന്ന രീതി, അതാണ് ചില മെൻസ് ഉദ്ദേശിക്കുന്ന മൈൻഡിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അങ്ങനെയാണോ? അതാണ് സംഭവം. ഓക്കെ. അപ്പോൾ പൊതുവേ ഞാൻ കേട്ട് വരുന്ന അശി ചേട്ടൻ ഇക്കാന്ന് വിളിക്കണ ചേട്ടാന്ന് വിളിക്കണം എനിക്ക്. അപ്പോ ഈ സംസാരിക്കാറില്ല വലുതായിട്ട്, അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോഴായാലും ഓൺ വോയിസിലായാലും വലുതായിട്ട് സംസാരിക്കാറില്ല. ആശി ഓൺ വോയിസ് ഞാൻ ചെയ്യിപ്പിക്കും, ഓൺ വോയിസ് അവൻ അങ്ങനെ ചെയ്യാറില്ല. അവർക്ക് മാസ് വീഡിയോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമൊക്കെ. പിന്നെ സംസാരിക്കും, നല്ല കുറച്ച് പെട്ടെന്ന് അങ്ങ് ഒരാളെല്ലാം അങ്ങ് മിംഗിളാവുന്ന. എല്ലാത്തരിൽ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ആഷിയാണ് കൂടുതൽ സംസാരിക്കുക. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫസ്റ്റ് ഞാൻ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ആഷി പിന്നെ അവരോട് നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം ആഷിനായിരിക്കും. അത്രയും നന്നായിട്ട് അവരായിട്ട് മിംഗിളാവും ആഷി. എങ്ങനെയാണ് പേഴ്സൺ ഇപ്പൊ സൈലന്റ് ആണോ അല്ലെങ്കിൽ ഒരു വയലന്റ്, ദേഷ്യപ്പെടുവോ അങ്ങനെ വലുതായിട്ട്? അങ്ങനെ ആവശ്യത്തിനും ദേഷ്യപ്പെടാറുണ്ട്, അല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല. ആള് ഭയങ്കര കാമാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ജാസ്തി ജീവിതത്തിൽ സ്കിൻ കെയർ ആണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ നോക്കും ഫിൽറ്റർ ആണെന്ന് ചോദിച്ചാൽ ഫിൽറ്റർ അല്ല, ഭയങ്കര ഗ്ലോയിങ് ആണ് സ്കിൻ. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഞാനൊക്കെ ഒരു ദിവസം ഞാൻ ഇന്നിനെ ദോഷമാ വയ്ക്കാൻ പോന്നിട്ട് എന്നിട്ട് ടാൻ പോവാനോ അങ്ങനെ ടാൻ ഒന്നും പോകത്തില്ല. ഭയങ്കര ഒരു ഗ്ലോയിങ് സ്കിന്നും നാച്ചുറൽ ലുക്ക് പോലെയാണ്. ഇപ്പൊ ലിപ്സ്റ്റിക് ആയാലും, ലിപ്സ്റ്റിക് ഒക്കെ ഏത് ഷെയ്ഡാണ് അതൊക്കെ? എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യം, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഡ്രസ്സിങ്, എൻ്റെ സ്കിൻ റൊട്ടീന്, ലിപ് ഷെയ്ഡൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നോർമലി സ്കിന്നിന് വേണ്ടി നന്നായിട്ട് ഞാൻ അങ്ങനെ കെമിക്കലൊന്നും അധികം ഫേസിൽ ഇടാറില്ല. ഹോം റെമഡി തന്നെയാണ്. ഇപ്പോൾ ഇവൻ ഞാനാണെങ്കിലും ആശയാണെങ്കിലും ഞാൻ ചെയ്യുന്നതൊക്കെ ആശയ്ക്കും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യും. അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കും, അതാണ് മെയിൻ. രണ്ടുപേരും നന്നായിട്ട് വെള്ളം കുടിക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ന്യൂഡ് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഹുദ ബ്യൂട്ടിയുടെ ഒരു ലിപ് ഷെയ്ഡ്. എന്ന് വെച്ചാൽ സ്കിന്നായാലും എന്ന് വെച്ചാൽ നമ്മള് ഗേൾസിന് ഞാൻ എപ്പോഴും അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് മേക്കപ്പ് ഒക്കെ നോക്കി ഇതൊക്കെ എവിടെ നിന്ന് ചുരിദാറൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണോ മേടിക്കുന്നതാണോ? രണ്ടും ഉണ്ട്, ഡിസൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റഷീദ, അവൾക്കൊരു ബുട്ടിക്ക് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. അപ്പോൾ അവൾക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊച്ചി വന്നു കഴിഞ്ഞാൽ അവിടെ ഷോപ്പിൽ പോയിട്ട് നന്നായിട്ട് ഞാൻ ചുരിദാറുകൾ പർച്ചേസ് ചെയ്യും. പിന്നെ കൊളാബായിട്ട് അവൾ തരാറുണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് ഓൾറെഡി വാങ്ങിച്ച ചുരിദാറുകളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ കുറെ നെഗറ്റീവ് കമന്റ്സ് ഇപ്പം വരാറുണ്ട്. അത് നേരത്തെ ഒരിക്കൽ പോലും കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടണമെന്നോ അല്ലെങ്കിൽ കമന്റ് ബോക്സ് ലിമിറ്റ് ആക്കിയിടണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഒരിക്കലും ഓഫ് ആക്കാറില്ല. കാരണം നമ്മളെ ഇപ്പോൾ തെറി പറയുന്ന ഒരാൾ അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിലും ഭയങ്കര നല്ല അടിപൊളി ആളായിരിക്കും. അപ്പോൾ അവരും കൂടി അറിയട്ടെ, അവരുടെ നാട്ടുകാരുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ആദ്യം ഫേക്ക് അക്കൗണ്ട് ആണല്ലോ കൂടുതലും വരുന്നത്. അക്കൗണ്ടുകൾ ഫേക്ക് വരാറുണ്ട്. ഫേക്ക് അക്കൗണ്ട് അത് ചില ആൾക്കാർക്ക് നമ്മുടെ വളർച്ചയുടെ പ്രശ്നം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ദിനംപ്രതിയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം ഒരു ബാഡ് കമൻറ്റ് ഇടാറുണ്ട് ഒരുപാട് പേര്. സ്റ്റിൽ ഇപ്പോൾ നല്ലൊരു വീഡിയോസ് ആണെങ്കിൽ പോലും അതിന് ഒരു 50% ബാഡ് കമൻറ്റ് തന്നെ ആയിരിക്കാം ആണ് എൻ്റെ. പക്ഷേ എനിക്കറിയില്ല, ഒന്നുകിൽ എന്നെ തളർത്താനായിരിക്കാം. പക്ഷേ ഞാൻ ബാഡ് കമൻറ്റ് മാക്സിമം ഞാൻ അങ്ങനെ കമന്റ് ബോക്സ് വായിച്ചു നോക്കാറില്ല. വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഞാൻ ആക്ടിംഗ് ഒക്കെ ചെയ്യത്തില്ല, അതൊക്കെ ഞാനും കമന്റ് ഇടുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നല്ല ആക്ടിങ് സംഭവത്തിലെ കാര്യം വലുതായിട്ട് നെഗറ്റീവ് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും പൊന്നുസഖി സംഭവത്തിലായാലും നിങ്ങളുടെ റൊമാൻറ്റിക് സംഭവത്തിലായാലും അത് എന്നെ അടിക്കൂ, അതല്ല ഞാൻ പുറമേ ചില വീഡിയോസ് നമ്മൾ എന്താ പറയുക ഒരുപാട് കമൻറ്റുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ നോക്കാറ്. നീ വല്ല ഒരു വീഡിയോ കമൻറ്റ് പിന്നെ ചില വീഡിയോസ് കൂടുതൽ ചെയ്യുന്ന വീഡിയോസ് നല്ല നല്ല കമൻറ്റ് വരാറുണ്ട്. അത് ഞാൻ കണ്ട നല്ല അഭിനയിക്കുന്നുണ്ട് ആ ഒരു ഫേസിൽ. അപ്പോൾ അഭിനയിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അഭിനയിക്കാൻ. ഓഡീഷനൊക്കെ വന്ന ഓഡീഷൻ ഇതുവരെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ വരാറുണ്ട് മൂവീസ്, അതേപോലെ ഷോർട്ട് മൂവീസ്, അതേപോലെ സീരിയൽസൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഒന്നും അങ്ങനെ കമ്മിറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. മൂവീസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഒരു ഇഷ്ടം? ഇപ്പൊ ഒരു ചാൻസ് വരുവാണ്, അപ്പം ചോദിക്കുകയാണ് ആരുടെ കൂടെ ആക്ട് ചെയ്യാനാണ് ഇഷ്ടം ചോദിച്ചത് നായികയായിട്ട്, അപ്പൊ ആരുടെ പേര് പറയും?
എനിക്ക് എൻ്റെ ഫേവററ്റ് ആക്ടർ ആരാന്ന് ഇവിടെ ചോദിക്കുക. ഫഹദ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫഹദ് ഫാസിലിനെ. അപ്പോൾ നടിയായിട്ടൊന്നല്ല, ഫഹദ് സാറിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കുഞ്ഞൊരു ക്യാരക്ടറായാലും എനിക്ക് സന്തോഷമാണ്. അതേപോലെ എനിക്ക് പിന്നെ ഇഷ്ടമുള്ളത് നമ്മുടെ ആസിഫ് ഖാൻ്റെ മൂവിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. മൂവീസ് ഇങ്ങനെ വരുന്നുണ്ട്, നല്ലതൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ വിചാരിച്ചു മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെയായിരിക്കും പറയാൻ. അയ്യോ, മോഹൻലാലും മമ്മൂട്ടി ഇഷ്ടമെന്നല്ല കേട്ടോ, രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പണ്ട് മുതലേ കൂടുതൽ ഇഷ്ടം ഫഹദ് ഫാസിൽ. റീസൺ എന്തെങ്കിലും ഉണ്ടോ? ആക്ടിങ് ഭയങ്കര നല്ല ആക്ടിങ് ആണ്, നാച്ചുറൽ ആക്ടിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരിട്ട് കാണാൻ ചാൻസ് ഒക്കെ കിട്ടിയാൽ അഫ്കോഴ്സ് ഇപ്പോൾ ഞാൻ പോയി കാണും. ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് എന്തോ എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടേനെ. ഓക്കെ. അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നിങ്ങൾ തമ്മിലിരുന്ന് വായിച്ചത് ചിരിക്കാറുണ്ടോ, അതോ അയ്യോ നെഗറ്റീവ് വന്നു ഇനി ആ ഒരു ഡൗൺ ആവാറുണ്ടോ? ചില നെഗറ്റീവ് കമന്റിനായിട്ടും കൂടുതൽ ചില വീഡിയോസിൽ ഇവർ ഭയങ്കര കോമഡി ആയിട്ട് കമന്റ് ഇടാറുണ്ട്. ലൈക്ക് ഒരു ഭയങ്കര കോമഡി കമന്റ് ഒക്കെ ഇടാറും. അതിനോട് കഴിവ് കൂടുതലായതുകൊണ്ട് നിന്നെ കഴിവേറി എന്ന് വിളിക്കും. അങ്ങനത്തെ കമന്റുകൾ. അതേപോലെ നിങ്ങളിവിടെ കളിച്ചുകൊണ്ടിരുന്ന നാളെ മുതൽ മഞ്ഞക്കാടിന് മണ്ണെണ്ണ ഇല്ല, അങ്ങനത്തെ കമന്റ്. അതേപോലെ നിന്നെ ഒരു നാൾ ലോകം അംഗീകരിക്കും, അന്ന് ലോകം അവസാനിക്കും. അങ്ങനത്തെ കമന്റുകളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ ഇരുന്ന് ചിരിക്കാറുണ്ട്. വീട്ടിൽ ജസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ കമന്റ് ബോക്സ് നോക്കിയിട്ട് അങ്ങനെ കോമഡി കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് ചിരിക്കാറുണ്ട്. അങ്ങനത്തെ കമന്റ്സ് ഉണ്ടായിട്ട് ലൈക്ക് എൻ്റെ ഫാദർ മരണപ്പെട്ടു പോയാൽ അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ വെച്ചിട്ടൊക്കെ പറയുക, അതേപോലെ എൻ്റെ ഉമ്മാൻ്റെ വെച്ചിട്ടൊക്കെ പറയുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ. അതാണ് മനസ്സിലായി, നമ്മള് വീട്ടിലിരിക്കുന്നവരെ പറയേണ്ട കാര്യം. ഇപ്പം നമ്മളെ ബാഡ് പറഞ്ഞെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്നിപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ ബാഡ് പറയണമെങ്കിൽ തിരിച്ച് അമ്മയ്ക്കേ പറയുള്ളൂ. കാരണം അമ്മയും പെങ്ങളെയും മനസ്സിലാക്കാത്തവർ നമ്മൾ അത്രയും വളരെ രീതിയിൽ പറയുമ്പോൾ തിരിച്ചു. ഇപ്പം ഞാൻ കമന്റ് ബോക്സ് നോക്കിയ സമയത്തായാലും നല്ല കമന്റ്സും ഉണ്ട്, നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം അക്കൗണ്ട് തുടങ്ങി അങ്ങനെയുണ്ട്. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ജസ്റ്റ് അക്കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ ജസ്റ്റ് 0 ഫോളോയിങ്ങും ഇതൊക്കെ ആയിരിക്കും. അവർ ഇന്ന നെഗറ്റീവ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് മാത്രം അക്കൗണ്ട് തുടങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ. അപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടാണ് യൂട്യൂബിൽ. എന്ന് വെച്ചാൽ ജാസി ഫസ്റ്റ് നിങ്ങൾ വീഡിയോ ഇട്ട സമയത്ത് ഗേ കപ്പിൾസ് പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ തടിയും മീശയൊക്കെ ഉണ്ടായിരുന്നു, ഒരു മെന്നിനെ പോലെയാണ് ജാസി നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയായിരുന്നു. അപ്പൊ ആൾക്കാരുടെ തൊട്ട് നിങ്ങൾ ഗേ കപ്പിൾസ് ആയിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ജാസി പെട്ടെന്ന് ഒരു വുമൺ ആയി. അപ്പം അത് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഗേ ആണോ ട്രാൻസ് ആണോ? അപ്പൊ അതെന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഐഡൻറ്റിറ്റി. എനിക്ക് പേടിയായിരുന്നു, സമൂഹത്തെ പേടിയായിരുന്നു, വീട്ടുകാരെ പേടിയായിരുന്നു. പിന്നെ ഞാൻ വളർന്നു വന്ന സിറ്റുവേഷൻ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. താഴെയുള്ള സമയത്തും ഞാൻ എൻ്റെ ഉള്ളിൽ പെണ്ണെന്നെ ആയിരുന്നു. പക്ഷേ എനിക്ക് അത് കമ്മൗട്ട് ചെയ്ത് പറയാനൊരു പേടിയായിരുന്നു സമൂഹത്തിനോട്. പിന്നെ എൻ്റെ ജോലി, ഞാൻ നിൽക്കുന്ന സ്ഥലം, അതേപോലെ എൻ്റെ വീട്ടുകാർ, അതൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു പറയാനായിട്ട്. പിന്നെ എല്ലാവരും അവരുടെ ലൈഫിൽ ഓക്കെ ആയി സെറ്റിൽഡ് ആയതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. കാരണം ഇനിയും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പിന്നെ തുറന്ന് പറയാം, എൻ്റെ ഐഡൻറ്റിറ്റി തുറന്ന് പറയാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ആദ്യം അറിയാമായിരുന്നു, പക്ഷെ എന്നാലും അത് പറയാനൊരു ഒരു സമയം ടൈം ആവുമ്പോൾ പറയാന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് നിങ്ങൾ ഇടുന്ന നിങ്ങൾ ഗേ കപ്പിൾസ് ആണെന്ന് കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു? കമന്റുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാറില്ല പൊതുവേ. സമൂഹം എന്താണോ ഞങ്ങളോട് പറയുന്നത്, ഓക്കെ സമൂഹം അങ്ങനെ തന്നെ അങ്ങ് പറയട്ടെ. എന്തൊരു കാര്യം ചോദിച്ചു, നീ അത് ആയിപ്പോന്നില്ല, മനസ്സിലായ? അപ്പൊ അങ്ങനെ ഇതിലങ്ങ് വിട്ടതാണ്. ഇൻട്രോട്ട് എന്ന് വിചാരിച്ചു, ഇൻട്രോട്ടല്ല. അങ്ങോട്ട് ചോദിക്കാൻ ഒരു പേടി, ഇങ്ങോട്ട് ചോദിക്കും. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ റിലേഷൻഷിപ്പ് തഗ്ഗിന്റെ ആളാട്ടോ. നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിട്ട് അപ്പൊ എത്ര നാളായി? ഇപ്പൊ 7 years ആയി. 7 years ആയി. ഓക്കെ. അപ്പൊ 7 വർഷമൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ടാണ് പിന്നെ ഞങ്ങള് ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2 years 3 years കഴിയുമ്പോൾ തന്നെ ബ്രേക്കപ്പ് ആവും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മടുക്കും, അല്ലെങ്കിൽ വേറൊരു ആളുടെ ഒരു കണക്ഷൻ വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും വഴക്ക് അടി പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ചേഞ്ച് ഉണ്ടോ? പ്രശ്നങ്ങളും വഴക്കും ഇതേപോലെ എന്താ പറയാ ചെറിയ പിണക്കങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും മാഷ ലൈഫിലാണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക്
എന്തൊക്കെ ആയാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പിരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബോണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ മേക്കപ്പ് ചെയ്ത് ഓക്കെ ആവും. ഇപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കും കാര്യമൊന്നുമില്ല, ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു വൺ ഡേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഈ വഴക്ക് മടി ഉണ്ടാകുമ്പോൾ ആരാണ് കൂടുതലും സോൾവ് ചെയ്യാൻ നിൽക്കുന്നത്? അത് ആശീനായിരിക്കും സോൾവ്. ആരാണ് വഴക്കിടുന്ന ആദ്യമേ? ഞാൻ. അത് എന്തായാലും പെമ്പിളരെല്ലാം ഇങ്ങനെയായി പോയത്. എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പെട്ടെന്ന് കൊടുത്ത് ഇങ്ങനെയാകണം. അപ്പോൾ എനിക്കത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ഞാനത് ക്ലിയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വലുതാക്കിയിരിക്കും. കുറച്ച് മിനിറ്റിരിക്കും, പിന്നെ ഞാൻ തുടങ്ങും പൊട്ടാൻ. നിങ്ങളിപ്പം ഇടയ്ക്ക് ഇങ്ങനെ 2-3 ദിവസം കാണാതൊക്കെ ഇരിക്കത്തില്ലേ? അപ്പം വഴക്കൊക്കെ അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, കണ്ടിരിക്കുമ്പോൾ അങ്ങനെ വഴക്കുണ്ടാവാറില്ല. കൂടുതലും എവിടെയാണ് നീ പെട്ടെന്ന് വാ, ഇപ്പോൾ പെട്ടെന്ന് ആശ ദുബായിൽ പോയി ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താലും എന്നാ വരുന്ന ടിക്കറ്റ് എടുത്തോ പെട്ടെന്ന് കയറി വാ, അങ്ങനെയല്ലോ, വഴക്കുകളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഓക്കെ. അപ്പം നിങ്ങൾ ഇനി ഫ്യൂച്ചർ പ്ലാനൊക്കെ ഇനി എന്താണ്? സോഷ്യൽ മീഡിയ അങ്ങനെ തന്നെയാണോ? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ സ്റ്റിൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു കാര്യമുണ്ട്. പറ. അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലുലു നമ്മുടെ ഷോപ്പ് ഉണ്ട്, ലുലുവില് ദുബായില് പെർഫ്യൂമിന്റെ തന്നെയാണ്. ഞാൻ റീൽസ് കാണും, ഞങ്ങൾക്ക് ദുബായില് ഷോപ്പ്, അതിനാണല്ലോ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനല്ലോ. എല്ലാവരും പെർഫ്യൂം ഷോപ്പാണ് ദുബായില്. എല്ലാ ബ്രാൻഡുകളും അറേബ്യൻ സ്മെല്ലാണ് ഷോപ്പിന്റെ പേര്. നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ബ്രാൻഡുകളും മേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്, എല്ലാം മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഷാർജ മുംബൈയിലെ ലുലുവിൻ്റെ ഉള്ളിൽ 2nd ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. പുതിയൊരു ഷോപ്പ് ഇൻഷാ അല്ലാ നമ്മൾ നെക്സ്റ്റോയിൽ നോക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ ഇൻഷാ അല്ലാ തുടങ്ങണം. അങ്ങനെ കുറച്ച് ചെറിയ പ്ലാനുകളുണ്ട്, കുട്ടി പ്ലാനുകൾ. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി പൈസക്ക്? ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്ര വരുമാനം കിട്ടുന്നത്? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഞങ്ങൾക്ക് ടിക്ടോക്ക് വൈസ് കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ടിക്ടോക്കിൽ നിന്നാണ്. കാരണം ടിക്ടോക്കിൽ നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ നിന്നും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ വളരെ കുറച്ച് കേട്ടുള്ളൂ. പക്ഷേ ടിക്ടോക്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വരുമാനം കിട്ടും ഞാൻ ഇപ്പോഴും അറിയാം. ഞാൻ പണ്ടൊക്കെ ടിക്ടോക്ക് എനിക്ക് അറിയത്തില്ല അതിലൊക്കെ പൈസ കിട്ടും. അത് ടിക്ടോക്കില് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും കുറച്ച് ഞങ്ങൾ ലൈവിൽ ഇരുന്നാൽ ഞങ്ങൾക്ക് നല്ലൊരു ഇൻകം, ഇവിടുത്തെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത്, നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടിക്ടോക്ക് വൈസ് ഞങ്ങൾക്ക് നല്ലതാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 10-15,000 രൂപയ്ക്ക് ജോലിക്ക് വന്ന് സോഷ്യൽ മീഡിയ അങ്ങനെ നിൽക്കുക, അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഫ്യൂച്ചർ പ്ലാനൊക്കെ ഇനി പുറത്തോട്ട് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ലീവിന് വന്നതാണോ? ഇപ്പൊ ലീവിന് വന്നിയാണ്. ഫാമിലി ഒക്കെ ഇപ്പൊ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും ഓക്കെ ആയോ? ഫാമിലി എൻ്റെ വീട്ടില് ഇപ്പോഴും അക്സെപ്റ്റേഷൻ ഫാമിലി എന്നല്ല സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പൊ നമുക്ക് ഒരു അക്സെപ്റ്റേഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. നിങ്ങളുടെ കാസ്റ്റ് അത് ഹറാമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു, അതാണ് കാസ്റ്റ് വൈസ് മാത്രമല്ല, അല്ലാണ്ട് ഒരു ട്രാൻസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ അംഗീകരിക്കാൻ ഇപ്പോഴും ഒരുപാട് പേർക്ക് പറ്റുന്നില്ല. പഴയ ആൾക്കാർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ കുറച്ചുകൂടെ അക്സെപ്റ്റഡ് ആണ്. അവർ കുറച്ചുകൂടി ട്രാൻസ് കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ മറ്റുള്ള കൈൻഡ് ഓഫ് ജെൻഡറിനെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. പഴയ ആൾക്കാർ ഇപ്പോഴും ആ ഒരു പഴയ ഒരു ഇതിൽ തന്നെയാണ്. നാട്ടുമ്പുറത്ത് സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയെന്ന്. ഇല്ല, ഞാനൊക്കെ പറയുമ്പോൾ പക്ക മലപ്പുറത്ത് ഒരു ഉള്ളേരിയയാണ് എൻ്റെ വീടൊക്കെ. ഇവിടെ ആശയാണെങ്കിലും പാലക്കാട് ആ ഭാഗമൊക്കെ കുറച്ചും കൂടെ ഒരു ടിപ്പിക്കൽ മലപ്പുറം ഏരിയ പോലെ തന്നെയാണ്. അപ്പം അവിടെയൊക്കെ അക്സെപ്റ്റേഷൻ വളരെ കുറവാണ്. ഇപ്പം എൻ്റെ റൂംമേറ്റായാലും ട്രാൻസ് വുമൺ ആണ്. പുള്ളിക്കാരി പറയുകയും ചെയ്യും, പുള്ളിക്കാരുടെ നാട് പാലക്കാടാണ്, അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പുള്ളിക്കാരിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ആണ് ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്, അവിടെ പോകുമ്പോൾ ആരും സംസാരിക്കത്തില്ല, വേറെ രീതിയിലാണ്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ട്രഡീഷണലാണ്. ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഇട്ടാൽ പോലും അത് പറയും ഇത് എക്സ്പോസ് ഇല്ല അങ്ങനെയൊക്കെ പറയും. പുള്ളിക്കാരി ഭയങ്കര ട്രഡീഷണലാണ്, ചുരിദാറൊക്കെ ഇട്ടേ പുറത്തൊക്കെ ഇറങ്ങത്തുള്ളൂ, സാരി അങ്ങനെ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. പക്ഷെ പുറമേ ഉള്ള ആൾക്കാർ പുള്ളിക്കാരി വേറെ രീതിയിൽ, നമ്മളിപ്പോൾ റെന്റ് എടുത്തുന്ന സമയത്തായാലും ആൾക്കാർ വേറെ രീതിയിലൊക്കെ പറയുന്നത് പോകുന്നത് എന്നതാണ്. സമൂഹത്തിന് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ച് കുറെ ആൾക്കാർക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ലൈക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും സെക്സ് വർക്കിന് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നാമത് എൻ്റെ ഒരു ഇത് പറയുന്നത് അവരുടെ കോസ്റ്റ്യൂംസ് അങ്ങനെയാ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അല്ല, അത് മാത്രല്ല ഞാൻ നിന്നെ പറഞ്ഞില്ല, ചില ട്രാൻസ് എക്സ്പോസ് എല്ലാവർക്കും ബാധിക്കുന്നു.
പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് അതല്ലാത്ത ആൾക്കാർ വിടുന്നുണ്ടല്ലോ. അങ്ങനെ ലേഡീസ് വിടുന്നുണ്ടല്ലോ. അല്ല പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പ്രശ്നം വരും. പിന്നീട് വലിയ പ്രശ്നമാണ് ഇത് കട്ടെ എന്താണെന്ന് വെച്ചാൽ ട്രാൻസിന് എനിക്ക് പേഴ്സണലി ട്രാൻസിന് ഇഷ്ടമല്ല. അയ്യോ ഇത് കട്ടേ കേട്ടോ. ഞാൻ ഞാൻ ഈ ലോകത്തിൽ ഒരു ചേഞ്ച് വരുത്തണം ഡാൻസിന്റെ നമ്മള് ലേഡീസിന് എന്റെ ഉമ്മ എല്ലാ ലേഡീസിനും ഇവന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? റെസ്പെക്ട് ചെയ്യണം. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ അവരുടെ ശരീരഭാഗങ്ങള് അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അത് തുറന്ന് പ്രദർശിപ്പിച്ച് നടക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവന്. ആ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞതാ. ഞാൻ ഇത് കട്ടാണേ ഏട്ടാ. അല്ല ഇത് കേരളം കത്തും. ബിക്കോസ് ഞാൻ ട്രാൻസ് ആയി നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ എന്താ വെച്ചാൽ നീ പറഞ്ഞത് ഇപ്പോൾ ട്രാൻസിന് ഇങ്ങനെ എല്ലാവരുടെയും റൂം കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് പറയണം അവന്റെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. അല്ല പൊതുവെ ഇനി പറഞ്ഞേ പൊതുവെ ട്രാൻസ് എന്ന് പൊതുവെ ട്രാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് പറയുന്നത് അവർ സെക്സ് വർക്ക്സിന് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ളവരും അങ്ങനെയാണ്. ഇപ്പോൾ ഈവൻ ഞാൻ ട്രാൻസ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ സെക്സ് വർക്കിന് നിൽക്കുന്ന വ്യക്തികളാണ് എന്നൊരു തോന്നൽ ആൾക്കാർക്ക് വരും. നോർമലി അങ്ങനെ എല്ലാ ട്രാൻസും സെക്സ് വർക്കിന് പോകുന്നില്ല. ഒരുപാട് നല്ല ജോലി ചെയ്യുന്ന ട്രാൻസുകളുണ്ട്. സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തുണി തയ്ച്ചിട്ട് കൊടുക്കുന്ന വ്യക്തികളുണ്ട്. കൃഷി ചെയ്യുന്ന ട്രാൻസ് വുമൻസ് ഉണ്ട്. അതേപോലെ പഠിപ്പിക്കുന്നവരുണ്ട്. അതേപോലെ നല്ല ജോലി എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് നല്ല ഷോപ്പുകളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാൻസ് വുമൻസ് ഉണ്ട്. ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് ഒരുപാട് ട്രാൻസ് വുമൻസ് നമ്മുടെ ലോകത്തിന്. പക്ഷെ ഇതൊന്നും സമൂഹം കാണുന്നില്ല. സമൂഹം കാണുന്നത് ഒരു ഗതിയില്ലാത്ത ആൾക്കാർ ഒരു നേരത്തിന് ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ശരീരം വെക്കുന്ന ട്രാൻസിന് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അത് എനിക്ക് ഞാൻ ഒരു അതും തെറ്റാണല്ലോ. ശരീരം വിറ്റ് അവർക്കും ജോലി ചെയ്യാമല്ലോ. പക്ഷെ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ മാത്രം. അല്ലെങ്കിൽ പൊതുവെ പണ്ട് മുതലേ ട്രാൻസ് അല്ലെങ്കിൽ ഈ കുണ്ടൻ അല്ലെങ്കിൽ മറ്റുള്ള ടൈപ്പ് ഓഫ് ജെൻഡർ ആൾക്കാർ അവരൊക്കെ സെക്സ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെന്നൊരു തോട്ട് മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. ആ തോട്ട് മാറിയാൽ തന്നെ ഒരുപാട് സമൂഹത്തിന്റെ ഒരു നല്ലൊരു കുറ്റം പറഞ്ഞു പക്ഷെ അവരടുത്ത് പോവുകയും ചെയ്യും. അതെ അതെ. ഇപ്പൊ ട്രാൻസിനെ കുറ്റം പറയുന്ന ഒരുപാട് പേര് രാത്രിയുടെ ഇരുട്ടിൽ അവരെ വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. അവര് പകൽ വെളിച്ചത്തില് ഭയങ്കര മാന്യന്മാരായിരിക്കും. രാത്രി അവരെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പേഴ്സണലി ട്രാൻസിന് ഒരു സെക്സ് വർക്കേഴ്സ് ആണ് എന്നുള്ളൊരു പോയിന്റ് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയുണ്ട്. ഒരു ട്രാൻസ് ആയ ഒരു റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു സ്ഥലത്ത് പോയാൽ ഒരു ജോലി കിട്ടാനും പാടാണ്. ഈവൻ എല്ലാവരും ട്രാൻസ് വുമൻസും ജോലി കൊടുക്കണമെന്നില്ല. ഒരു സ്ഥലത്ത് പോയാൽ റൂം കിട്ടാൻ പാടാണ്. ഒരു ജോലി കൊടുക്കുന്ന ആൾക്കാർക്ക് പാടാണ്. ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. പുറത്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ആ കുട്ടിയായിട്ട് പുറത്തുവന്ന സമയത്ത് പക്ഷെ ആ കുട്ടിയോട് സംസാരിക്കും. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ഒരു നല്ല ക്യാരക്ടർ ഉള്ളത് ഇല്ല. ഉണ്ട് ഒരുപാട്. എന്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഈവൻ സ്നേഹമുള്ളവരുണ്ട്, അല്ലാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ വിശ്വസിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. എൻ്റെ കമ്മ്യൂണിറ്റി എതിരാണല്ലേ അതിനോട്? അല്ല ഞാൻ അതിനോടൊന്നും എതിരെന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരു മിസ്റ്റേക്കുകളാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ട്രാൻസ് കുത്തായിട്ടല്ല പറഞ്ഞത്. ഞാൻ നല്ല ആൾക്കാരാണോ ബാഡ് ആൾക്കാരാണോ നോക്കത്തുള്ളൂ ചേച്ചി. എന്ന് വെച്ചാൽ ഇവര് ട്രാൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നോക്കത്തില്ല. എല്ലാരും അങ്ങനെ നോക്കതേ അല്ല. ചിലവരുണ്ട് ട്രാൻസ് ആണെങ്കിൽ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. കമന്റ് ബോക്സ് സ്വന്തം അക്കൗണ്ടിൽ കമന്റ് ബോക്സ് നോക്കിക്കോ മനസ്സിലാവും. ഇപ്പോഴും ഉണ്ട് ആൾക്കാര്. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മൾ അംഗീകരിക്കാൻ ഇപ്പോഴും ഒരു എന്താ പറയാ ഒരു വൈറ്റ് ക്ലബ് ഉള്ള ആൾക്കാർ ഇപ്പോഴും. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം നോർമൽ ആൾക്കാർ ഇപ്പം ട്രാൻസ് അല്ലാത്ത ആൾക്കാർ അതിനെക്കാട്ടിയും എന്തോരം കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നുണ്ട്. പീഡനം അതുപോലെ തന്നെ കുട്ടികൾ അതൊന്നും ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. അത് ഇങ്ങനെയൊക്കെ ന്യൂസിൽ പറയുന്ന 12th റാങ്ക് ആണ് അല്ലെങ്കിൽ ഒരു ഈ സൊസൈറ്റിയിൽ ഒരു ദൃഢത വെച്ചിട്ടുണ്ട്. ആൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം,
ഒരു ട്രാൻസ് എന്നുള്ളത് അതെന്താ ട്രാൻസ് അങ്ങനത്തെ ഒരു വംശം ഇല്ല. പെണ്ണ് ആണ് പെണ്ണ് അത്രയേ ഉള്ളൂ. പെണ്ണിന് ഒരു ആണിന് ഒരു പെണ്ണാണ് കല്യാണം കഴിക്കേണ്ടത്, ഒരു പെണ്ണിന് ഒരു ആണാണ് കല്യാണം കഴിക്കേണ്ടത്, അല്ലാണ്ട് ആണിന് ആണല്ല കല്യാണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ പെണ്ണിനെ പെണ്ണല്ല കല്യാണം കഴിക്കേണ്ടത്. അതെന്ത് ബന്ധമാണ്? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആഷിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നീയും ആഷിനും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ, ബന്ധങ്ങൾ എങ്ങനെയാ, നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവൻ ആഷിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ജാസിന്റെ കൂടെ നീ പക്ക സർട്ടിഫിക്കറ്റ് ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഒരു നല്ലൊരു ആണല്ലേ, നിനക്ക് പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിച്ചൂടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു പെണ്ണിനെ കെട്ടി ജീവിച്ചൂടെ, ഇതൊക്കെ വെറുതെ അഭിനയിച്ച് നടക്കല്ലേ, അഭിനയമല്ലേ, കുറച്ച് ജിമ്മിലങ്ങ് പോ, കുറച്ച് ആണുങ്ങളെ കൂടെ നടക്ക്, കുറച്ച് സിഗരറ്റ് വലിക്കുക, കുറച്ച് അത് കഴിക്കുക, ഇത് കഴിക്കുക, ആണായി മാറിക്കോളും, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. സീരിയസ്ലി പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ പറയുമായിരുന്നു, ആണുങ്ങളെ കൂടെ പോയി കളിക്കുക, പന്ത് കളിക്കുക. പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്ക്, എല്ലാവരുടെ ലൈഫിലേക്കും ഒരു പരിധി ഉണ്ട്. ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് ഒരു ബോർഡർ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെ ഉള്ളിലേക്ക് വരുമ്പോൾ പേഴ്സണലി നമ്മൾ പൊട്ടിത്തെറിച്ച് പോകും. ചോദിച്ചിട്ടുണ്ടോ നേരിട്ട് ആരെങ്കിലും ബെഡ്റൂമിലെ കാര്യങ്ങൾ ഇങ്ങനെ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട്. ഈവൻ ആഷിയുടെ കൂടെ ഓക്കെ ആണോ, നിങ്ങൾ സെക്സ് എങ്ങനെയാണ്, നിങ്ങൾ എന്താണ് ജാസിയുടെ മറുപടി? ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ തമ്മിൽ സെക്സ് എങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ സെക്സ് എങ്ങനെയാണ്, നിങ്ങൾ ഓക്കെ ആണോ, എങ്ങനെയാണ് നിങ്ങളെ കാര്യങ്ങൾ നടക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവൻ ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ആണ്. ഒരു സെക്സ് മാത്രമല്ല ലൈഫിൽ, നമ്മളൊരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതൊരു സെക്സ് റിലേഷൻ മാത്രമല്ലല്ലോ. നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ട്, നമുക്ക് യാത്രകൾ ചെയ്യാം, നമുക്ക് നമ്മളെ എന്ത് വിഷമത്തിലും കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ സെക്സ് മാത്രമാണ് ലൈഫ് എന്ന് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർ പേഴ്സണലി ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്ക് നല്ല ഒരുമിച്ച് നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് നടക്കണം, നമുക്ക് യാത്രകൾ പോകണം, ഈ ലോകം എന്ത് വലുത്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇനിയും. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പറയും ഞങ്ങൾ തമ്മിൽ ഓക്കെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പ്രണയം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, അങ്ങനെ തോന്നുന്നുണ്ട്. അതൊന്നുമല്ല ലൈഫ്. നമുക്ക് ഒരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണർ ആകുമ്പോൾ ആ യാത്രകൾ വളരെ മനോഹരമാവും. നമുക്ക് നല്ല ബിസിനസിന്റെ ജാസിക്ക് വേറെ മരുന്ന് മാറി കുടിച്ചിട്ടാണ് ഇവ വരുമ്പോ തല്ല് കൂടിയ വ്യക്തികളാണ്. കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു തമാശ കാട്ടും. നിങ്ങൾ ഭയങ്കര ലൈക് ഫ്രണ്ട്സ് പോലെയാണല്ലോ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും. ഞങ്ങൾ നന്നായിട്ട് തല്ലു കൂടുമ്പോ അങ്ങനെ എക്സ്ട്രീം ഞങ്ങൾ തല്ലു കൂടാറുണ്ട്. പ്രണയിക്കുമ്പോ അവിടുന്ന് പ്രണയിക്കുമ്പോ അതേപോലെ നല്ല എക്സ്ട്രീം ആവാറുണ്ട്. അല്ല അടിപൊളി തന്നെയാ. ഇപ്പോ മുമ്പ് നിങ്ങള് ലൈവ് ഒക്കെ ഇട്ടുണ്ടെന്ന് ഇടയ്ക്ക് ബ്രേക്കപ്പ് ആണ്, എന്തോ ഇടി എന്തോ കിട്ടി ഞാൻ പറയുകയാണെങ്കിൽ ലൈഫിൽ ഒരു മോശം സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എല്ലാ ഇന്റർവ്യൂ ഞാൻ പറയും ആശ മിണ്ടാണ്ടിരിക്കുമെന്ന് പറയും. എല്ലാ ഇന്റർവ്യൂലും സൈലന്റ് എല്ലാ ഇന്റർവ്യൂ ആശ പറയും ആശ മിണ്ട് പറ. പക്ഷേ ഈ ഇന്റർവ്യൂല് ഞാൻ ഒന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന് പറയണ്ടല്ലോ. അതെ ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല പൊതുവെ ഞാൻ എന്താ പറയാമെന്നത് മറന്നുപോയി. അത് ലൈക്ക് ഉണ്ടായ സംഭവമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പീക്കായ ഒരു സിറ്റുവേഷനാണത്. ഞങ്ങളുടെ ലൈഫിലേക്ക് ഞങ്ങൾ അത്ര അടിപൊളിയായിട്ട് പോകുന്ന ലൈഫിലേക്ക് ഒരു എന്താ പറയുക ഒരു സ്വപ്നം പോലെ കയറി വന്നൊരു പെൺകുട്ടിയാണത്. ഞാൻ ആ കുട്ടിയെ കുറിച്ച് പറയാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അത്രത്തോളം വെറുക്കുന്ന ഒരു വ്യക്തി ആ കുട്ടിയാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്നെ ആഷിൻ്റെ വീഡിയോസ് എടുത്ത് ഞങ്ങൾ സ്റ്റിൽ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ കുട്ടി. പക്ഷെ നിങ്ങൾ പ്രൂവ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു തെറ്റ് പറ്റും, പക്ഷെ നമ്മളത് ക്ഷമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ അത് പ്രൂവ് ചെയ്തത്. കാരണം ചിലവർ അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് പോകും, പക്ഷെ നിങ്ങൾ സ്റ്റിൽ 7 years ആയിട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ അത് പക്ഷെ ഇപ്പോഴും ആൾക്കാർ അതെടുത്ത് പിന്നെയും പണ്ടത്തെ ലൈവ് എടുത്ത് തോന്നിട്ടുണ്ട്, ആ ലൈവ് ഇടണ്ടേ ആയിരുന്നു, തെറ്റായി പോയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ മുഖം പുറത്തു വന്നത്. കാരണം അവൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് അത് വരണം തന്നെ ഞാൻ വിചാരിച്ചത്. പിന്നെ അവൾ എന്നോട് പറഞ്ഞു ജാസി എന്താണ് എൻ്റെ
വീട്ടിൽ ഭയങ്കര സീനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ വന്ന് മാറ്റി പറയണം, അങ്ങനെ കൊണ്ട് അതാണ് രണ്ടാമത് ഞാൻ ലൈവ് ഇട്ടത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും എനിക്കെതിരായി. കാരണം നീ എന്തിനാ പിന്നെ ആ കുട്ടിയെടുത്ത് പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വിചാരിച്ചിട്ട്. അത് അവളും ഇവനും കൂടിയിട്ട് എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്തേക്കാൻ ആ പെൺകുട്ടിക്ക് ആ ഒരു സീനായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് മാറ്റി പറഞ്ഞേക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് രണ്ടാമത് മാറ്റി വന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം വെറുക്കുന്ന ഒരു സ്ത്രീ ഇല്ല. എന്തിനൊക്കെ ചോദിച്ചെന്ന് ഞാൻ എല്ലാ ലൈവിലും എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എന്റെ മുമ്പിൽ കണ്ട വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. സീരിയസ്ലി പറയാം, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആ മുഖത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെയും ഇട്ട് വഴക്കുണ്ടാക്കാൻ വിടമാട്ടെ. എന്നെ ആ പേര് പറഞ്ഞാൽ ഞാൻ ഒറിജിനൽ നാഗവള്ളിയാവും. അതാണ് അപ്പൊ അന്നത്തെ പ്രശ്നത്തിൽ ആരാ സോറി പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്? ഞാൻ ഒരു ലൈവേ കണ്ടോളൂ. അല്ല, രണ്ടാമത് ഞങ്ങള് രണ്ടുപേർക്ക് ഞങ്ങൾക്ക് രണ്ടൊക്കെ പിരിയാൻ പറ്റില്ല. ആ പ്രശ്നമായ സമയത്ത് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു, ആശയം കുറച്ച് ഗ്യാപ്പ് എടുത്തു. അവസാനം പിന്നെ രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ലൈഫിൽ ഒരു തെറ്റ് വന്ന് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളെ ക്രൂശിക്കുന്നത് തെറ്റായതുകൊണ്ട് നമ്മളത് ലൈഫിലേക്ക് വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യും. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ലൈഫില്. അത് റീൽസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഹാപ്പിയാണ്. പിന്നെ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരും നല്ല ഹാപ്പിയാണ്. ഈവൻ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരുപാട് സൗഹൃദങ്ങളൊന്നുമില്ല, വളരെ ചുരുക്കം നല്ല സൗഹൃദങ്ങളേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ വന്നാൽ നമുക്ക് നിൽക്കാൻ നമ്മൾ വീട് പോലെ നമുക്ക് നിൽക്കാനുള്ള ഒരു സൗഹൃദമുണ്ട്. എൻ്റെ ഫ്രണ്ട് അല്ല, ലൈക്ക് എൻ്റെ ബ്രദർ പോലെ തന്നെയാണ് ജിത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ നിൽക്കും. ആഷ് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചി വന്നാൽ ഞങ്ങളുടെ വീട് പോലെ തന്നെയാണ് നിൽക്കാൻ ഒരു വീടുണ്ട്. അതുപോലെ ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട് കീക്കി ഉണ്ട്, അവളെ വീട്ടിൽ പോയി നിൽക്കാം. അങ്ങനെ എല്ലായിടത്തും നല്ല നല്ല ഒരു കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുണ്ട്. ലൈക്ക് സൗഹൃദത്തിനാണെങ്കിൽ കൂടുതൽ അത് നമ്മളൊരു സ്വന്തം ഒരു കൂടപ്പറപ്പ് പോലെയാണ് നമുക്ക്. ഇപ്പോൾ കീക്കി ആണെങ്കിൽ എൻ്റെ സ്വന്തം സഹോദരി പോലെയാണ്, ജിത്തുവേട്ടനാണെങ്കിൽ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല സൗഹൃദങ്ങൾ ഇതുണ്ട് ഞങ്ങൾക്ക്. സൗഹൃദങ്ങളിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഇട്ടിട്ട് പോയിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല ചീറ്റ് ചെയ്യുന്നല്ലോ ചില ഫ്രണ്ട്സ് ഒക്കെ, പിന്നെ നിന്ന് കുത്തുകയെന്ന് പറയത്തില്ല. ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ലൊരു സൗഹൃദം ഈവൻ അങ്ങനെ മാത്രമല്ല, എനിക്ക് നല്ല സൗഹൃദം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ. പിരിയാൻ പറ്റാത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടീനായിട്ട്. നല്ലൊരു കൂട്ടുകാരത്തിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി പെട്ടെന്ന് ഒന്നുമില്ല, ഭയങ്കര ഗ്യാപ്പ് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സൗഹൃദത്തിന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങോട്ട് കോൺടാക്റ്റ് ഇല്ല. ആ കുട്ടി എന്താണെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല. അതങ്ങനെ അങ്ങ് ഗ്യാപ്പായി പോയി. ഇപ്പം ഞാൻ തമ്മിൽ സ്റ്റിൽ നോ കോൺടാക്റ്റ്.